ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബൊക്കാഷി ബക്കറ്റാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബൊക്കാഷി ബക്കറ്റ് എന്താണെന്ന്. അപ്പോൾ നമ്മൾക്കിത് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തും എനിക്ക് തോന്നുന്നു കൃഷിഭവനൊക്കെ കൂടെ ചേർന്ന് നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ബൊക്കാഷി ബക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിൽ എന്താ പറയുക ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സബ്സിഡിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ആക്ച്വലി ഇതിൽ ആമസോണിലൊക്കെ നമുക്ക് 2 ബക്കറ്റിൻ്റെ ഉള്ള ബൊക്കാഷി ബക്കറ്റിൻ്റെ ഒരു സെറ്റിന് വില നോക്കിക്കഴിഞ്ഞാൽ 2950 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് വെറും 284 രൂപയ്ക്കാണ് നമുക്ക് ഈ ബൊക്കാഷി ബക്കറ്റ് നമുക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതിൽ. ആക്ച്വലി 2 വലിയ ബക്കറ്റാണ് ഈ വലിയ ബക്കറ്റ്. പിന്നെ അതിൽ സിസ്റ്റത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുക. അത് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ബൊക്കാഷി ബക്കറ്റ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഇതിൽ ഇവരിപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വലിയ ബക്കറ്റ്, പിന്നെ ബക്കറ്റിൽ വെക്കാനായിട്ട് അതായത് വേസ്റ്റ് നമുക്ക് താഴെ കൂടെ ആ പൈപ്പ് കണ്ടല്ലോ, അതിൽ നമുക്ക് സ്ലറിയാണ് വരുന്നത്. അപ്പോൾ അതിൽ വേസ്റ്റ് ഒന്നും വീഴാതിരിക്കാനുള്ള ഒരു 2 ഫിൽറ്റർ പോലത്തെ 2 ഒരു പ്ലേറ്റുകളാണത്. അതുകൂടാതെ ഈ പൈപ്പ് തുറക്കുമ്പോഴാണ് നമുക്കതിൽ സ്ലറി കിട്ടണം. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 5 പാക്കറ്റോളം നമുക്കതിലൊരു പൗഡർ ഉണ്ട്. അതൊരു എന്താ പറയുക പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനായിട്ടുള്ള പൗഡറാണ്. അത് ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ 5 പാക്കറ്റ് ഓരോ കിലോൻ്റെ പാക്കറ്റാണെന്ന് തോന്നുന്നു. അതും പിന്നെ ഒരു പാക്കറ്റ് ചെറിയൊരു ശർക്കരയാണ്. അത് ഈ 2 ബക്കറ്റിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയ ശർക്കരയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഒരു മാനുവൽ ഉണ്ട്. അത് മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ എന്താ പറയുക ഗ്രാഫിക് മീൻസ് ഡയഗ്രാംസ് വെച്ചിട്ട് അവർ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എയർ ടൈറ്റ് ആയിട്ട് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിലൊക്കെ വെക്കാം, കിച്ചണിലകത്ത് വെക്കാൻ പറ്റുന്നതാണ്, ഫ്ലാറ്റുകളിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് എല്ലാ ദിവസവും വൈകിട്ട് ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, ഈ ഒരു പൗഡർ നമുക്ക് നമ്മളിടുന്ന വേസ്റ്റിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് 1 ടീസ്പൂണായിട്ട് അങ്ങനെ എപ്പോഴും നമ്മളത് സൂക്ഷിക്കുക. കാരണം ഡെയിലി നമുക്ക് ഈ പൗഡർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എളുപ്പമുണ്ടാവും. ഇല്ലെങ്കിൽ കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൽ ഈ പൗഡറിൽ തന്നെ അവർ പറയണത് ശർക്കര, ഉമി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ബക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാക്കറ്റ് ശർക്കര തന്നിട്ടുണ്ട്. ആ ശർക്കര നമ്മൾ പൊടിച്ചിടും. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ വെക്കുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഈ ബൊക്കാഷി ഈ ഒരു പൗഡർ തന്നിട്ടുണ്ടല്ലോ അവർ ഈ പാക്കറ്റിൽ, ആ പൗഡർ ജസ്റ്റ് 1 ടീസ്പൂൺ ഒന്ന് വെതറി കൊടുത്തിട്ട് വേണം നമ്മളുടെ വേസ്റ്റുകൾ ഇടാൻ. ആദ്യത്തെ പ്രാവശ്യം മാത്രം. ഓക്കെ, ഈ വേസ്റ്റുകൾ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഞാൻ എന്ന് പറയണത് പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് ഇടുന്നത്. ഈ ഇതിൽ അവർ പറയണത് പച്ചക്കറി എന്നല്ല, നമ്മളുടെ വീട്ടിൽ ബാക്കി വരുന്ന ഫുഡുകൾ, നോൺ വെജ് എല്ലാ ഐറ്റംസും ഇടാം. കുറച്ച് ഈ പൊടി ഒരു അളവ് പറയും. ഇപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഈ എന്താ പറയുക വെജിറ്റബിൾസ് പീൽ ചെയ്തത് അങ്ങനെ എന്തൊക്കെ വേസ്റ്റുകൾ വരുന്നുണ്ടോ അതെല്ലാം ഇട്ടതിന് ശേഷം ഒരു രാത്രിയാകുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും. അതിങ്ങനെ കൂട്ടി വെക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ കൊണ്ടിടാം. രാത്രി നമ്മൾ അടയ്ക്കുന്നതിന് മുന്നേ, മീൻസ് എപ്പോഴും അടച്ചിരിക്കണം, നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആവുന്നതിന് മുന്നേ നമ്മൾ 1 ടീസ്പൂണും കൂടെ പൊടി വെതറിയതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വയ്ക്കാനായിട്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ വെജിറ്റബിൾസ് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ വീണ്ടും ആദ്യം പൊടി തൂക്കി കൊടുക്കണ്ട, കാരണം ഓൾറെഡി രാത്രി നമ്മൾ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ഇടാം. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു 15 ദിവസം. 15 ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് നമ്മളുടെ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി പോലെ. ഇപ്പോൾ ചെറിയൊരു ഫാമിലിയാണ്, 2 പേരൊക്കെ ഉള്ളതാണെങ്കിൽ 15 ദിവസമല്ല 30 ദിവസമായാലും നമുക്കതൊന്നും ആവില്ല ആ ബക്കറ്റിൽ. അത്രയും വലിയ ബക്കറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ 6 പേരുള്ള ഫാമിലി ആയതുകൊണ്ട് ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒരു 3/4 ഭാഗമൊക്കെ ആവും. പിന്നെ ഇതിൽ നിന്ന് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്ലറി കിട്ടും, താഴെ ഫിൽട്ടർ ചെയ്ത് വരും. ഇതെന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പിന്നെ അരിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇത് നമ്മളുടെ ഇതുണ്ടല്ലോ സ്പ്രേയറിൽ
ഒരു 5 ml 1 ലിറ്റർ അങ്ങനെയാണ് അവർ പറയണത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത്രയും ആദ്യം ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് 10 ml ഒക്കെ ആക്കിക്കോ. കാരണം കുറച്ചും കൂടെ ഞാൻ അങ്ങനെ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ ചെടികൾ കടിക്കുമ്പോൾ സൂക്ഷിക്കണേ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് 5 ml ഒരു 1 ലിറ്റർ ഇല്ലെങ്കിൽ 10 ml 1 ലിറ്ററിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ അത്രയും നല്ല വളമാണിത് ചെടികളുടെ മുകളിൽ. കാരണം ചെറുതായിട്ടൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കീടങ്ങളും വരാൻ ചാൻസ് കുറവാണ് അത് ചെയ്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഒരു 15 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് 3 കുപ്പിയോളം 3 ലിറ്ററോളം സ്ലറി ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോൺ വെജ് ഇടാം. നോൺ വെജൊക്കെ ഇടുമ്പോൾ ഒരു ടീസ്പൂൺ ഈ പൊടി നമ്മൾ നൈറ്റിൽ തൂവുണ്ടല്ലോ, അതിന് പകരം ഒരു 2 ടീസ്പൂൺ ആക്കാം. അപ്പോൾ നമ്മുടെ ഈ ബക്കറ്റ് ഒരു 1/4 ഭാഗം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ ബക്കറ്റ് എടുത്ത് ഈ സെയിം പ്രൊസീജിയർ തന്നെ, അതായത് നമ്മൾ ബക്കറ്റ് വെക്കണു, ശർക്കര കുറച്ചിടണു, ഫിൽറ്റർ വെക്കണു, അതിനുശേഷം ഒരു ടീസ്പൂൺ നമ്മളുടെ ആ ഒരു പൗഡർ വെതറണു, അത് കഴിഞ്ഞ് വീണ്ടും വേസ്റ്റുകൾ ഇടണു. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഓരോ ടീസ്പൂൺ പൊടി ഈ പൗഡർ വെതറണം. അത് കഴിഞ്ഞ് അതും ഒരു 1/4 ആവുമ്പോഴേക്കും നമ്മളുടെ മാറ്റി വെച്ച ബക്കറ്റ് ഉണ്ടല്ലോ അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഈ സ്ലറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റി വെച്ച ബക്കറ്റ് താഴെ വെക്കരുത്. അതിൽ നിന്ന് നമുക്ക് സ്ലറി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആദ്യം കിട്ടിയ അത്ര കിട്ടില്ല, എന്നാലും സ്ലറി വന്നുകൊണ്ടേയിരിക്കും. അത് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ അതിൽ മുകളിലേക്ക് വെള്ളം ഈ സ്ലറി ഇങ്ങനെ കൂടി പോകും. അപ്പോൾ 2 ബക്കറ്റിൽ നിന്ന് നമുക്ക് സ്ലറി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടെ ഒരു വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ താഴെ ആയാലും ഇട്ടാൽ മതി, ചാക്കങ്ങാനം മേടിച്ചിട്ട് കുറച്ച് തണലത്തിട്ട് കുറച്ചും കൂടെ ദിവസം ഒരു 5-10 ദിവസം കൂടെ ജസ്റ്റ് മൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായി നൈസായിട്ട് നമ്മൾ പൊടിഞ്ഞ് പോരുന്ന രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു സിസ്റ്റമാണ്, സ്കീമാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് നമുക്ക് ഇത്രയും എന്താ പറയുക സബ്സിഡിയോട് കൂടിയത് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മളത് പരമാവധി യൂസ് ചെയ്യാൻ നോക്കാം നല്ല രീതിയിൽ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ കാണാം.